അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്നേഹിത രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് ഈ രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് ആദ്യം ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം മൊഴി നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവവും ഞാൻ പങ്കുചേരാം ഇൻഷാ അല്ലാഹ്. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായിരുന്നു, ഏത് പ്രതിഘട്ടത്തിൽ വന്നാലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതുവരെ പറയുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയും വേണം. ഒരിക്കൽ ഒരു ആബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാത്തിലും നിന്നും ഒരേ സമയത്ത് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു തെറ്റിൽ മാത്രമേ മാറി നിൽക്കാൻ കഴിയൂ. അപ്പോൾ നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ കള്ളം പറയരുത്, ഈ തെറ്റിൽ മാത്രം നീ ഒഴിഞ്ഞു മാറി നിൽക്കണം. അത് കേട്ട് അയാൾ സന്തോഷമായി ബാക്കിയുള്ള തെറ്റുകളെല്ലാം ചെയ്യാമല്ലെന്ന് കരുതി അയാൾ സന്തോഷിച്ചു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ഒരു വീട്ടിലേക്ക് മോഷ്ടിക്കാൻ ഉദ്ദേശിച്ച് ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറാറെ അയാൾക്ക് ഓർമ്മ വരികയും ആ തെറ്റിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ബാക്കിയുള്ള തെറ്റുകളെല്ലാം ചെയ്യുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറാറെ ഓർമ്മ വരികയും ചെയ്തു. അങ്ങനെ എല്ലാത്തിൽ നിന്നും പിന്മാറുകയും നല്ല സ്വാലിഹായ മനസ്സിനായി ജീവിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി സഹബിഹി വഅജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ നിങ്ങളോടായി രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പുണ്യങ്ങളുടെ പൂനിലാവായ മുത്തുമാവ സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്കാലത്തും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും സ്പർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്തെ മുത്തുനബിയിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് കരുണയും സ്നേഹവും പുലർത്തണം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ആകാശത്തെ അധിപൻ നമ്മളോട് കരുണയും സ്നേഹവും പുലർത്തൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് സ്നേഹത്തിന്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാനും ആജ്ഞാപിപ്പിച്ചു. വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്ത് നിർത്തി. ചെടികളോടെന്ന മനുഷ്യരോടെന്നല്ല, മരങ്ങളോടും പറവകളോടും പ്രകൃതിയോടും സ്നേഹം പുലർത്തണം. പ്രകൃതിയെ നശിപ്പിക്കരുത്, മരങ്ങൾ മുറിച്ചു മാറ്റരുത്. ഇങ്ങനെ എത്ര സ്നേഹത്തിന്റെ ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മാനിച്ചു. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയായ അധ്യക്ഷൻ, ബഹുമാനരായ ഉസ്താദുമാർ, വാത്സല്യനിധികളായ മാതാപിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കേണ്ടതിൻ്റെയും അവരെ ആദരിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഊന്നി പറഞ്ഞ മതമാണ് ഇസ്ലാം. പുതുകാലത്ത് മുസ്ലിം നാമധാരികൾ തന്നെ സ്വന്തം മാതാപിതാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നാം കണ്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം വളർന്നു വരുന്ന വൃദ്ധസദനങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത് എന്താണ്? ആരായിരുന്നു നിന്റെ ഉപ്പ? ആരായിരുന്നു നിന്റെ ഉമ്മ? രാത്രി ഉറക്കമൊഴിഞ്ഞും നിന്റെ കാഷ്ടവും മൂത്രവും തുടച്ചു വൃത്തിയാക്കിയ ഉമ്മ. അവർക്കത് അർപ്പല്ല നൽകിയത്, പകരം ആനന്ദമായിരുന്നു. നിനക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്നതും ഉമ്മക്ക് സന്തോഷമായിരുന്നു. ആനയിൽ നിന്നെ പോറ്റിയ ഉമ്മ. ജോലിസ്ഥലത്ത് വെച്ചാട്ടുതുപ്പം സഹിച്ചു തിരിച്ചൊന്നും പറയാതെ വിയർ ജ്വലിച്ച് പാതി നിറഞ്ഞ വയറുമായി പോരുവയിലത്ത് പണിയെടുത്ത ഉപ്പ.
നീ നിന്റെ പ്രതാപകാലത്തെത്തിയപ്പോൾ അവരെ മറന്നുപോയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ല ഒരുത്തനും മാതാപിതാക്കളെ ചീത്ത വിളിച്ചാൽ അവനെ അടിക്കണം, വല്ല ഒരുത്തനും മാതാപിതാക്കളെ അടിച്ചാൽ അവനെ കൊന്നുകളയണം. ഒരു സംഭവം കൂടെ പറഞ്ഞു എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ സ്വപ്നത്തിൽ സ്വർഗം കണ്ടു. സ്വർഗത്തിൽ ഒരാൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. ആയിഷ ബിബി ആകാംക്ഷയോട് ചോദിച്ചു, ആരാ നബിയെ അയാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാരിസ് ഇബ്നു നുഅ്മാൻ. അദ്ദേഹം മാതാപിതാക്കൾക്ക് നന്നായി ഗുണം ചെയ്യുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ സ്നേഹിക്കാനും സേവിക്കാനും അതുവരെ സ്വർഗം നേടാനും നമുക്കെല്ലാവർക്കും ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞു എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹുയുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ നിങ്ങളോട് ഞാൻ 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അത് പറയുക മാത്രമല്ല, അത് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ടാണ് നബിയെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. ഒരിക്കൽ ഒരു അഹ്റാബി നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല നബിയെ. ഏതെങ്കിലും ഒരു തെറ്റിൽ മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഈ സമയം അഹ്റാബിയോട് നബി പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു കള്ളം പറയരുത്, ഈ ഒരു തെറ്റിൽ നിന്ന് മാറിയാൽ മതി. ഇത് കേട്ട അഹ്റാബിക്ക് സന്തോഷമായി. കള്ളം പറയാതെ മാത്രം നിന്നാൽ മതിയല്ലോ, ബാക്കിയെല്ലാം തെറ്റുകൾ ചെയ്യാലോ എന്നോർത്ത് സന്തോഷിച്ചു. അങ്ങനെ അടുത്ത ദിവസം മോഷ്ടിക്കാം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോയി. അപ്പോൾ നബിയുമായുള്ള കരാർ ഓർമ്മ വരികയും, നാളെ നബി ചോദിച്ചാലോ മോഷ്ടിച്ചിരുന്ന് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് മോഷണത്തിൽ നിന്ന് പിന്മാറി. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ നബിയുമായുള്ള കരാർ ഓർമ്മ വരികയും എല്ലാ തെറ്റുകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, അസ്സലാമലൈക്കും. മുത്തുനബിയുടെ ജന്മദിനം വേണ്ടി എനിക്കും 2 വാക്ക് പറയാൻ ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. പ്രിയരെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരട്ടെ. നമ്മൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം. സലാം പറഞ്ഞാൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സലാം സുന്നത്തുമാണ്. ഈ കൊച്ചു പ്രസംഗം ഇവിടുന്ന് വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ആദ്യം തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മൂല്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. മുത്തുനബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നിങ്ങൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഇത് വെറുതെ പറയുക മാത്രമല്ല, അവിടുന്ന് ചെയ്തത് അവിടുന്ന് ജീവിച്ചതിലൂടെ കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ പോലും നബി അൽ അമീൻ എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ ഒരു അഹ്റാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് കൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ കഴിയില്ല പ്രവാചകരെ. ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ നബിയെ. ഈ സമയം നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്, ഈ തെറ്റിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അപ്പോൾ അഹ്റാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം മതിയല്ലോ, ബാക്കിയുള്ള എല്ലാ തെറ്റുകളും ചെയ്യാമല്ലോ എന്ന്
അടുത്ത ദിവസം മോക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ നബിയുമായിട്ടുള്ള കരാർ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോഷ്ടിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കാം. ഓരോ തെറ്റുകളും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള കരാർ ഓർമ്മ വരികയും ഓരോ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുകയും സാലിഹായ മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അവരുടെ അനുയായികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നത്, സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത്. നാം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ജീവിക്കാൻ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹത്തായ ഈ സദസ്സിൻ്റെ ആദരണീയായ അധ്യക്ഷരെ, ഉസ്താദുമാരെ, എൻ്റെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് സന്തോഷഭരിതമായ ഈ വേളയിൽ സ്വലാത്തിൻ്റെ വിഷയത്തിൽ അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രവാചകൻ തൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുകയും പ്രേമിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നബി തങ്ങൾ പറയുകയാണ്, എൻ്റെ അടുത്തേക്ക് 4 മലക്കുകൾ ഇറങ്ങി വരികയാണ്. ആദ്യമായി വന്ന മലക്കുൽ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൽ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ അവരുടെ റൂഹ് പിടിക്കുന്നതായിരിക്കും. രണ്ടാമതായി മുത്തുനബിയുടെ അടുത്തേക്ക് മീകായിൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. മീകായിൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൽ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ മുടങ്ങാതെ 10 സ്വലാത്ത് ചൊല്ലിയാൽ മഹ്ശറയിൽ ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുമ്പോൾ ഞാൻ ഓടി വന്ന് മുത്തുനബിയുടെ ഹൗലുൽ കൗസറിൻ്റെ വെള്ളം കുടിപ്പിക്കും നബിയെ. മൂന്നാമതായി മുത്തുനബിയുടെ അടുത്തേക്ക് ഇസ്രാഫിൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഇസ്രാഫിൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇസ്രാഫിൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൽ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് മുടങ്ങാതെ 10 സ്വലാത്ത് ചൊല്ലിയാൽ മഹ്ശറയിൽ ഒരാളും സഹായിക്കാനില്ലാത്ത സമയത്ത് ഞാൻ കരയുകയാണ്. എന്നോട് അല്ലാഹു ചോദിക്കും, ഇസ്രാഫിൽ, എഴുന്നേൽക്ക്, എന്തിനാ ഇവിടെ കിടന്നു കരയുന്നത്? യാ ഇലാഹി, എൻ്റെ റബ്ബേ, എൻ്റെ തല ഉയർത്തില്ല. അല്ലാഹു പതിവായി നിന്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് സ്വർഗം കൊടുക്കാതെ ഞാൻ തല ഉയർത്തില്ല റബ്ബേ. നാലാമതായി മുത്തുനബിയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ സിറാത്ത് പാലായത്തിൽ നിന്ന് അവൻ്റെ കൈ പിടിച്ച് അവനെ ഞാൻ സ്വർഗത്തിൽ എത്തിക്കും നബിയെ. സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. ഈ മഹത്തായ വേളയിൽ സ്വലാത്ത് ചൊല്ലാൻ നാം എല്ലാം ശ്രദ്ധിക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അനാഥനായി ജനിച്ചു വളർന്ന നാഥനില്ലാത്ത ലോകത്തെ നായകസ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിലാണല്ലോ നാം ഇവിടെ സന്തോഷത്തോടെ കൂടെ ഒത്തുചേർന്നിരിക്കുന്നത്. ലോകത്തിന്റെ അനുഗ്രഹമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വമാ അർസൽനാ ഇല്ലാ റഹ്മത്തിൻ ആലമീൻ. ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നാം നിങ്ങളിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. കരുണത്തിന്റെ ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം അറിവില്ലായ്മയുടെ ആണ്ടിക്കിടക്കുമ്പോൾ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം തിരുദൂതർ കടന്നു വന്നു. അനാചാരങ്ങളെയും അന്ധവിശ്വാസത്തെയും അകറ്റി നിർത്താൻ ആഹ്വാനം ചെയ്തു. സത്യജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശമായി ലോകത്തിന് സമർപ്പിച്ചത്. മനുഷ്യരോടും ഇതര ജീവികളോടും സസ്യങ്ങളോടും കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ള വനങ്ങളോട് കരുണ കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സ്ത്രീകളോടും കുട്ടികളോടും മാന്യമായി പെരുമാറാൻ ആഹ്വാനം ചെയ്തു. വാക്കുകൾക്ക് അപ്പുറം സത്യജീവിതത്തിൽ അത് വരച്ചു കാട്ടുകയും ചെയ്തു. ആ ജീവിതത്തിൽ ഒട്ടേറെ സ്നേഹപാഠങ്ങൾ ലോകത്തിന് മാന്ത്രികയായി ഉണ്ട്. കാലുഷ്യത്തിന്റെ കാലത്ത് കരുണയുടെ മാന്ത്രികയായി നബി ദർശനത്തെ നാം നെഞ്ചിലേറ്റണം. സത്യകുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്കും പെയ്യുന്നൊഴുകണം.
ഇത്രയും പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.